മോനില്ലേ അഞ്ചു? ഉണ്ട് വക്കീലേ, മുകളിലോ? ഒന്ന് വിളിക്കൂ. ആ വിളിക്കാം. വക്കീലേ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. എനിക്ക് മാത്രല്ല, അമ്മയ്ക്കുണ്ട് ഈ സംശയം. എന്താ? കോംപ്രമൈസ് ആയിന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ മോഹനേട്ടൻ തിരിച്ചു വന്നത് പഴയപടിയായിട്ടാ. അതെന്താ? ഇതെന്താ എനിക്കറിയില്ല. പക്ഷെ കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? മോഹനേട്ടൻ പോയത് വക്കീലിന്റെ കൂടെയല്ലേ? ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് പോകുന്നത്. അപ്പൊ എങ്ങനെയാ വക്കീലറിയാതെ മോഹനേട്ടന്റെ മനസ്സ് മാറുന്നത്? അഞ്ജുവിന്റെ ഒബ്സർവേഷൻ സമ്മതിക്കണം. ഇനി ഒരൊറ്റ കാര്യം അറിഞ്ഞാ മതി. എന്ത് പറഞ്ഞിട്ടാ വക്കീല് മോഹനേട്ടന്റെ മനസ്സ് മാറ്റിയത്? അതൊക്കെ ട്രേഡ് സീക്രട്ട് അല്ലേ അഞ്ജു? അതൊക്കെ അങ്ങനെ പുറത്തു പറയാൻ പറ്റൂ? അഞ്ജു ഹാപ്പി അല്ലേ? ഞാൻ ഡബിൾ ഹാപ്പിയാ. അത് മതി. പിന്നെ അഞ്ജുവിനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. വലുതായോ? ഏട്ടത്തിയും അവരുടെ അച്ഛനും സംസാരിക്കുന്നത് ചോർത്താനല്ലേ? ആ, കാര്യമായിട്ടുള്ള വല്ല ലീഡും കിട്ടിയോ? അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും അമ്മയും മോഹനേട്ടനും അറിയരുത്. ഞാൻ പറയില്ലെന്നേ. പറ അഞ്ജു, പറ. വക്കീലേ, ഈ ശിവദാസൻ ആവണിയുടെ അച്ഛനല്ല, രഘുവാണ് ആവണിയുടെ അച്ഛൻ. ഉറപ്പാണല്ലോ? അതെ വക്കീലേ, അവര് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കിത് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു. അതിനാ അഞ്ജുനോട് പറഞ്ഞത്. ഇതവർക്ക് പുറത്ത് പറയാൻ എന്തോ ഒരു മടിയുണ്ട്. അതിനെന്തോ ഒരു കാരണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ആ വക്കീലേ, ഇതൊന്നും ഇവിടെ ആരും അറിയരുത്. ഇതും പറഞ്ഞോട്ടെ ഞാൻ സുധച്ചേച്ചി ഏട്ടത്തെയും ഇടയ്ക്കൊന്ന് വരട്ടുന്നത്. ഇല്ല, ആരും അറിയില്ല. അതുപോലെ തന്നെ മോഹനെ കുത്തിത്തിരിച്ചില്ലേ, അത് ഞാനാണെന്ന് ഇവിടെ ആരും അറിയണ്ട. സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ ചതിക്കില്ല. വക്കീലിന് എന്നെ വിശ്വസിക്കാം. അഞ്ജു, എനിക്കൊരു സഹായം കൂടെ ചെയ്യണം. പറഞ്ഞു വക്കീലേ. ഈ ആവണിയുടെ അച്ഛൻ രഘുവാണെന്നേ വെറുതെ പറഞ്ഞാൽ പോരാ, തെളിവ് വേണം. എങ്ങനെ? അതിനെ ആവണിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. എൻ്റെ അവിടെ തന്നെ വെച്ചേക്ക്. അത് നമുക്ക് ഗുണം ചെയ്യും. അത് ഞാൻ ഏറ്റു വക്കീലേ. സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തുതരാം. എനിക്കറിയാം അഞ്ജു ഒരു കാര്യമായിട്ട് നടക്കും. അതോടെ ഈ ആവണിയുടെ കാര്യം പോക്കാം. അവൾ ഈ മാളിയേക്കെ തറവാട്ടിൽ നിന്ന് പുറത്താ. ഓ, ഇത് കേൾക്കാൻ തന്നെ എന്ത് രസം വക്കീലേ. സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ എടുത്തു തരും. ആ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് അഞ്ജു എടുത്ത് തന്ന ആവണി മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് പുറത്താണെന്ന്. മോന. ആ വക്കീലെ, ഞാൻ നിങ്ങളെ കാണാൻ പറയാൻ ഇരിക്കുകയായിരുന്നു. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? താനി കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് വരണ്ട. അതെന്താ? തനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ തനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന്? എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല വക്കീലെ. നിങ്ങൾ കാരണമാണ് എനിക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റിയത്. പക്ഷെ സുധ പറയുന്നതേ, ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി തനിക്ക് കള്ളും തന്ന് പല കാര്യങ്ങളും പറഞ്ഞ് കുത്തിത്തിരിക്കുന്ന. അവരതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. അവരവളുടെ ആളല്ലേ. വക്കീലത് കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. സുധ ചിലപ്പോൾ തന്നെ കാണുമ്പോൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചോദിക്കട്ടെ, ഞാൻ അതിനനുസരിച്ചുള്ള നല്ല മറുപടി ഞാൻ കൊടുത്തോളാം. മോന, ഞാൻ വീണ്ടും ചോദിക്കുക, നാളെ താൻ എന്നെ തള്ളിപ്പറയാതിരിക്കാൻ വേണ്ടി ചോദിക്കുക. ഞാൻ കാരണമാണ് തൻ്റെ ജീവിതം തരുന്നത് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് പോയ വക്കീലെ, എനിക്കതിന് തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് മതി. ഭയങ്കര വിഷമത്തിലായിരുന്നു സുധ. എന്തൊക്കെ പറഞ്ഞെന്നറിയോ എനിക്ക്? അത് വിട്ടോളാം വക്കീലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. മാളും എല്ലാം അറിഞ്ഞു. ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ? അവളും അവളുടെ അച്ഛനും എല്ലാം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
എനിക്കാണെങ്കിൽ മാളുവിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണോ. ഇന്നലെ തുടങ്ങിയതാ സുധ. ഓരോ അർത്ഥം വെച്ചിട്ടുള്ള നോട്ടവും വർത്തമാനവും. അതാ ഞാൻ തന്നെ കാണാൻ നേരത്തേക്ക് കൂടി വന്നത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടെണ്ണം പോയി അടിക്കാം. അന്ന് മിണ്ടായിരുന്നു, വീട്ടിൽ നിന്നും ഇരുന്ന് അടിക്കുന്ന നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബാറിൽ പോയി അടിക്കാം. അത് വേണേ നോക്കാം. ആ, വാ.